ഹിന്ദു ഐക്യവേദിയുടെ പ്രതിനിധികൾ ഇപ്പോൾ മറുനാടനൊപ്പം ചേരുകയാണ്. ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. യാദൃച്ഛികമായി ഇത് പുറത്തു വന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യാദൃച്ഛികമായി പുറത്തു വന്നപ്പോൾ അത് ഏതൊരു പീഡനം നടന്നാലും ഇവിടെ നിയമം അനുശാസിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് നടക്കുന്നത് എന്ന് വരുത്തുവാൻ വേണ്ടി ശിശുക്ഷേമ സമിതിയുടെ ആൾക്കാർ വളരെ ബോധപൂർവമായ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുവാനുള്ളത്. കാരണം കഴിഞ്ഞ ദിവസം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവിടുന്ന് പുറത്താക്കപ്പെട്ട ഒരു ആയയുടെ പ്രതികരണം വന്നിരുന്നു. വളരെ ഞെട്ടിപ്പിക്കുന്നതാണ്. പലപ്പോഴും ഇത്തരം ആരോപണങ്ങൾ നേരിടുന്നവരെ അവർ ചില ശിക്ഷാ നടപടികളിലൂടെ കുറച്ച് ദിവസം പുറത്തു നിർത്തും. അതിനുശേഷം രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങി അവരെ തിരിച്ചെടുക്കുന്ന പതിവാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ നിയമനങ്ങൾ എല്ലാം തന്നെ രാഷ്ട്രീയ പ്രേരിതമാണ്. ഭരണകക്ഷിക്ക് അനുകൂലമായി പ്രത്യേകിച്ച് CPMൻ്റെ പാർട്ടി കേഡറുകളെ അവിടെ പ്രതിഷ്ഠിച്ചുകൊണ്ട് അവിടെ എന്ത് തോന്നിവാസവും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഹിന്ദു ഐക്യവേദി കാര്യത്തിൽ ആവശ്യപ്പെടുന്നത് ഒരു ജുഡീഷ്യൽ അന്വേഷണം അവിടുത്തെ നിയമനവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ കുട്ടികളെ ഇതുപോലെ പീഡിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ അതുപോലെ തന്നെ അവിടുത്തെ സാമ്പത്തികമായ കണക്കുകളും എല്ലാം ഈ ജുഡീഷ്യൽ അന്വേഷണത്തിൽ വരണം എന്നുള്ളതാണ് ഹിന്ദു ഐക്യവേദിക്ക് ആവശ്യപ്പെടുവാനുള്ളത്. നിലവിലെ അറസ്റ്റ് നടന്നിരിക്കുകയാണ്. ഇവരെ സംരക്ഷിക്കുന്ന നിലപാട് അങ്ങനെ എന്തെങ്കിലും സ്വീകരിക്കുന്നതായി തോന്നുന്നുണ്ടോ? അല്ല, സ്വാഭാവികമായും ഇത് പൊതുസമൂഹത്തിൽ ഇത് വന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ നിയമപരമായി കാണിക്കുന്ന തരത്തിലുള്ള ചില നടപടികൾ പോലീസിൽ പരാതിപ്പെടുന്നു. സ്വാഭാവികമായിട്ട് ഇത് തെക്കാട് ആശുപത്രിയിൽ എത്തുമ്പോൾ സ്വാഭാവികമായും ഇത് പുറത്തായി കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളെല്ലാം നിയമപരമായി ചെയ്യുന്നതാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഞാൻ അതാണ് ആദ്യം പറഞ്ഞത്, ബോധപൂർവമായ ശ്രമം. പക്ഷേ അവർക്കെതിരെ ഇപ്പോൾ പോക്സോ കേസ് എടുത്തു എന്നാണ് മനസ്സിലാക്കപ്പെടുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ 5 വർഷമായി താൽക്കാലിക ജീവനക്കാരായിട്ട് ആണ് അവർ ജോലി ചെയ്യുന്നത്. അപ്പോൾ താൽക്കാലിക ജീവനക്കാരുടെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് ഒരു പക്ഷേ ഇനി അവർ ഈ സ്ഥാപനത്തിൽ വീണ്ടും വരത്തില്ലായിരിക്കാം. പക്ഷേ കഴിഞ്ഞ കാലങ്ങളിൽ നടന്നിട്ടുള്ള പീഡനം ഇവർ മാത്രമാണോ പീഡിപ്പിച്ചിട്ടുള്ളത്? എത്ര കുട്ടികൾ ഇതിൽ പീഡനത്തിന് ഇരയായിട്ടുണ്ട്? ഇത്തരം കാര്യങ്ങൾ ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിലൂടെ മാത്രമേ പുറത്തു വരുത്തപ്പെടുള്ളൂ. പിന്നെ സ്വാഭാവികമായിട്ട് പാർട്ടി കേഡറുകളാണ് അവിടെ ജോലിക്ക് ആയമാരായി വരുമ്പോൾ സ്വാഭാവികമായും ഈ ആയമാരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നൊരു സംവിധാനം പാർട്ടി ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പോൾ നിലവിൽ ഇത്രയും ജനശ്രദ്ധ ആകർഷിച്ച സ്ഥിതിക്ക് ഒരു പക്ഷേ ഈ കാര്യത്തിൽ ഒരു ഡയറക്റ്റായിട്ടുള്ള ഒരു സഹായം അവർക്ക് ലഭ്യമാവില്ലായിരിക്കെങ്കിലും നാളുകളിൽ ഇക്കാര്യത്തെ ഈ കേസിനെ ദുർബലപ്പെടുത്തുവാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടാവും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. മറ്റൊരു കാര്യം, ഈ ആയമാർക്ക് എന്ത് തരത്തിലുള്ള ട്രെയിനിങ് ആണ് ശിശുക്ഷേമ സമിതി നൽകുന്നത് എന്ന് അവർ വ്യക്തമാക്കണം. കാരണം ഇത്രയും കുട്ടികളെ പരിപാലിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കൊരു ട്രെയിനിങ്ങിൻ്റെ ആവശ്യമുണ്ട്. ആ ട്രെയിനിങ് ഇവിടെ എത്രത്തോളം നടക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ വസ്തുതാപരമായി ഇനി പുറത്തു വരേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിരവധി ഇത്തരം പിഞ്ചുകുട്ടികൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ ഇവരുടെ മാനസികാവസ്ഥ, ഈ ആയമാരുടെ മാനസികാവസ്ഥ, അവർക്കൊരു മാനേജ്മെൻറ്റ് തലത്തിലുള്ള ഒരു ട്രെയിനിങ്ങിൻ്റെ അഭാവം ഈ വിഷയത്തിൽ ഉയർന്നു വരുന്നു എന്നുള്ളതും കൂടി പറയാതിരിക്കാൻ സാധ്യമല്ല.